നിലവിലെ ഇന്ത്യൻ T20 നായകൻ സൂര്യകുമാർ യാദവ് ഒരു പ്രതീക്ഷിച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുന്നില്ല. മോശം ഫോമിലാണെന്ന് തന്നെ പറയാം. താരം അത് സമ്മതിക്കുന്നില്ല. ഫോം മോശമല്ല, റൺ എടുക്കാൻ പറ്റാത്ത പ്രശ്നം എന്നാണ് പറയുന്നത്. അതെ അതെ, അത് 2025 മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച മുന്നോട്ടുള്ള പോക്ക് കുറച്ച് പ്രയാസം തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്തായാലും T20 വേൾഡ് കപ്പ് നടക്കാനുള്ളത് കൊണ്ട് അതിന് മുമ്പ് എന്തായാലും അത്തരത്തിലുള്ള ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അത് അങ്ങനെ തന്നെയാണ്. BCCI ലോകകപ്പിൽ ഇന്ത്യൻ നായകനായിട്ട് സൂര്യകുമാർ യാദവിനെ തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് തൻ്റെ ഈ മോശം പ്രകടനങ്ങളൊക്കെ മറികടക്കാൻ ഈ ന്യൂസിലാൻഡിന് എതിരെയുള്ള 5 മത്സരങ്ങളുണ്ട്, അതുപോലെ തന്നെ ലോകകപ്പ് മത്സരങ്ങളും ഉണ്ട്. പക്ഷേ അധികകാലത്തേക്ക് ഇപ്പം നിലവിൽ ഓൾറെഡി 35 വയസ്സായിട്ടുള്ള സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് അധികകാലത്തേക്ക് ഇന്ത്യയുടെ നായകനായിട്ട് തുടരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് 2026 ലോകകപ്പിന് ശേഷം അടുത്ത ലോകകപ്പ് മുന്നിൽ കണ്ട ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു തീരുമാനം എടുക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തയ്യാറായി കഴിഞ്ഞാൽ, അതായത് സൂര്യകുമാർ യാദവിന്റെ ഈ പറയുന്ന ക്യാപ്റ്റൻസി സ്ഥാനം തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു പക്ഷെ ടീമിൽ നിന്ന് തന്നെ, ഒരുപക്ഷെ T20 നിന്ന് തന്നെ അദ്ദേഹം വിരമിച്ചേക്കാവുന്ന ഒരു, അതായത് അന്താരാഷ്ട്ര T20 നിന്ന്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടത് ഒരു എന്താ പറയുക, ഒരു 3-ാം നമ്പറിലോ 4-ാം നമ്പറിലോ കളിക്കുന്ന ഒരു താരം പകരക്കാരനായിട്ട്. ആ താരം തിലക് വർമ്മ നമുക്കറിയാം ടീമിലുണ്ട് ഓൾറെഡി. തിലക് വർമ്മക്ക് പകരം ശ്രേയസ് അയ്യർ എന്ന് പറയുക, ശ്രേയസ് അയ്യർ ഇപ്പോൾ T20 കംബാക്ക് നടത്തിയിരിക്കുകയാണ്. ഞാൻ കാണുന്നത് തിലക്, അത് ഓപ്പണിങ്ങിലേക്ക് വരികയാണെങ്കിൽ അഭിഷേക്, സഞ്ജു, തിലക്, ഈ പറയുന്ന ശ്രേയസ്, അല്ലെങ്കിൽ ശ്രേയസ് തിലക്, ഈ ഒരു ഇത് ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. അതായത് അതിൽ മുന്നോട്ടുള്ള ഒരു ഇതിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്യാപ്റ്റൻസിയിലും നമുക്ക് ശ്രേയസിനെ പരിഗണിച്ചൂടെ? അത് കാരണം ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് പലപ്പോഴായിട്ട്. IPL 3 പറഞ്ഞ സ്ക്വാഡ് വെച്ച് നോക്കുമ്പോൾ പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ അതിൽ പിന്നെ ഒരു ക്യാപ്റ്റൻസിയുടെ ഏറ്റവും നല്ല ഇതായിട്ട് വരുന്നത് ശ്രേയസ് തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു ക്യാപ്റ്റനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇപ്പോൾ സൈഫ് പറഞ്ഞു തുടങ്ങിയത് സൂര്യകുമാർ യാദവിന് മോശം സമയമാണ്, ലോകകപ്പിന് ശേഷം അദ്ദേഹം ഉണ്ടാവില്ല എന്ന്. ഇത് നേരത്തെ തന്നെ BCCI മനസ്സിലാക്കിയിട്ടാണ് ശുഭ്മാൻ ഗിൽ എന്ന താരത്തെ T20 കെട്ടിയിറക്കിയത്. ഏഷ്യ കപ്പിൽ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റനായിട്ട് നേരെ കൊണ്ടുവന്നിരുന്നു. അക്ഷർ പട്ടേലിനെ മാറ്റിയിട്ട്, വൈസ് ക്യാപ്റ്റൻസി മാറ്റിയിട്ട് നേരെ ഗില്ലിന് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ അതിൽ തുടർന്ന് ഈ ലോകകപ്പ് സ്ക്വാഡ് വരെ അദ്ദേഹത്തിനോട്, ഈ T20 പറയാം, ന്യൂസിലാൻഡിലെ T20 വരെ അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടും അദ്ദേഹത്തിന് തിളങ്ങാൻ വേണ്ടി പറ്റിയില്ല. ഒരു തരത്തിലും യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നും മാത്രമല്ല, ഓപ്പണിംഗിൽ വന്നപ്പോൾ ടീമിൻ്റെ ബാലൻസ് മൊത്തം തെറ്റിയെന്ന് പറഞ്ഞപ്പോഴാണ് എടുത്ത് പുറത്തിടുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ സൂര്യകുമാർ യാദവിന് ശേഷം ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് 3 ഫോർമാറ്റിൽ ഒരു ക്യാപ്റ്റനും കൂടെ ആയാൽ അത്രയും നല്ലത് കരുതിയിട്ടാണ് ഗില്ലിനെ കൊണ്ടുവന്നത്. പക്ഷേ ഗില്ലിന് ടീമിൽ തന്നെ പോയി. അപ്പോൾ വീണ്ടും പിന്നെ ഉപനായകനായിട്ട് അക്ഷർ പട്ടേൽ വരുവാണ്. പക്ഷേ പട്ടേലിന് വീണ്ടും ക്യാപ്റ്റനായിട്ട് പിന്നെ പ്രൊമോട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ലോകകപ്പിന് ഒരു ക്യാപ്റ്റൻ കൂടി വേണം. ആ ക്യാപ്റ്റനായിട്ട് വരാൻ പറ്റുന്ന ഏറ്റവും മികച്ച താരം അത് BCCI കണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 3 മത്സര പരമ്പരയിലേക്ക് 3 മത്സരങ്ങൾ, എനിക്കൊന്ന് ന്യൂസിലാൻഡിൻ്റെ 3 മത്സരത്തിന് വേണ്ടി മാത്രമാണ് തിലകിന് പകരം പിന്നെ ശ്രേയസ് അയ്യരെ കൊണ്ടുവന്നത്. ലോകകപ്പ് സ്ക്വാഡിലേക്ക് വലിയ മാറ്റങ്ങളൊന്നും വരില്ല. ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ സൂര്യകുമാർ യാദവ് മികച്ച ക്യാപ്റ്റനാണ്, വിന്നിംഗ് പെർസെൻറ്റേജ് മികച്ച നിൽക്കുന്നുണ്ട്, താരമായിട്ട് സംഭാവന ചെയ്തില്ലെങ്കിലും. അപ്പം ലോകകപ്പിന് ശേഷം വരുന്ന ടീമിലേക്ക് ഈ നമ്പറിലേക്ക് ശ്രേയസ് അയ്യർ വരും. അതായത് നമുക്ക് വേണം പറയാം, പിന്നെ തിലക് വലിയ ടീമിലേക്ക് വേണം കെട്ടിയിറക്കുന്നതിന് വേണ്ടി പറയാൻ വേണ്ടി പറ്റും. ഈ ശ്രേയസ് അയ്യറിനെ കെട്ടിയിറക്കുന്ന T20 പറഞ്ഞാൽ അത് വലിയൊരു തെറ്റായി പോകും. പക്ഷേ ഞാൻ പറയുകയാണ്, ഗില്ലിനെ കൊണ്ടുവന്നാൽ തന്നെ കൊണ്ടുവരും, വൈസ് ക്യാപ്റ്റനായിട്ട് തന്നെ കൊണ്ടുവരട്ടെ. അത് വീണ്ടും ക്യാപ്റ്റനായിട്ട് മാറ്റിയാൽ യാതൊരു സംശയവുമില്ല. നിലവിൽ ഇപ്പം നമുക്ക് IPL ആയാലും ആഭ്യന്തര ക്രിക്കറ്റ് ആയാലും T20 ഫോർമാറ്റിൽ ക്യാപ്റ്റനായിട്ട് തെളിയിച്ചത് ഗില്ലിനേക്കാൾ എന്തുകൊണ്ടും മെച്ചമാണെന്ന് തെളിയിച്ച് കഴിഞ്ഞൊരു താരം തന്നെയാണ്. ഗില്ലിനേക്കാളും സൂര്യകുമാർ യാദവിനേക്കാളും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ചും ആർക്കും ഒരു ആശങ്ക ഉണ്ടാവില്ല. ഏത് T20 ഫോർമാറ്റിലായാലും ഒരു സംശയം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പം ഈ 3-ാം നമ്പറിലേക്ക് 4-ാം നമ്പറിനായിക്കോട്ടെ, 3-ാം നമ്പറിലേക്ക് കുറച്ചുകൂടെ ആപ്റ്റാണ്. പക്ഷേ തിലക് 3-ാം നമ്പറിൽ കളിക്കുന്നു. 4-ാം നമ്പറിലേക്ക് വരുമ്പം സൂര്യകുമാർ യാദവിൻ്റെ ആ നമ്പറിൽ തന്നെ കളിക്കാൻ അദ്ദേഹത്തിന് പറ്റും, ടീമിനെ നയിക്കാനും വേണ്ടി പറ്റും. അപ്പം ഗില്ലിനെ കൊണ്ടുവന്ന് നടക്കാത്തൊരു സാധനം ഗില്ലിനെ മാറ്റി നിർത്തിയിട്ട് നേരെ ശ്രേയസിനെ കൊണ്ടുവരുന്നു. അതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഈ തിലകിന് പരിക്ക് പറ്റിയപ്പോൾ കൊണ്ടുവന്നത്. ലോകകപ്പിന് ശേഷം വരുന്ന പരമ്പരയിലേക്ക് അത് നമുക്ക് അങ്ങോട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ 3 മത്സരങ്ങൾ തന്നെ അതിൻ്റെ ഒരു മാറ്റം വരുന്ന എനിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകകപ്പിന് ശേഷം വരുന്ന ആദ്യ മത്സരത്തിൽ തന്നെ ഒരു പിന്നെ നായകനായിട്ട് തന്നെ സൂര്യകുമാർ യാദവ് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പം പെട്ടെന്ന് എടുത്ത് മാറ്റുന്നില്ല. ലോകകപ്പൊക്കെ നേടിക്കഴിയുന്ന ഒരു ടീമിൻ്റെ ക്യാപ്റ്റനെ ലോകകപ്പ് ഇന്ത്യ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ അതിനുശേഷമുള്ള ടീമിൻ്റെ ക്യാപ്റ്റനെ പെട്ടെന്ന് മാറ്റുന്നില്ല, ആ സ്ക്വാഡിലേക്ക് കൊണ്ടുവരുന്നു, ഉപനായകനായിട്ട് കൊണ്ടുവരുന്നു. പിന്നെ അത് നല്ല മാറ്റി ക്യാപ്റ്റനായിട്ട് തന്നെ വരും. യാദവിൻ്റെ ഈ ഫോം വെച്ച് അദ്ദേഹത്തിന് അധികാരം തുടരാൻ പറ്റുന്നത് നമുക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഞാൻ ഇതിനെക്കുറിച്ചുകൂടി വിശാലമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് അതായത് ലോകകപ്പ് നേടും ഇന്ത്യ, അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകകപ്പ് നേടിയ സൂര്യകുമാർ യാദവിന് വളരെ നല്ല രീതിയിൽ ഒരു വിരമിക്കാനുള്ളൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലോകകപ്പ് നേടിയ ഉടനെ തന്നെ വളരെ ഹീറോയിക് മൊമെന്റ് ആയിട്ട് സൂര്യകുമാർ യാദവിന് ഒരു പക്ഷെ അത്തരം തീരുമാനം സ്വയം എടുക്കാം.
ഭാവി എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഞാൻ ഈ പറയുന്ന ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി വിശാലമായിട്ട് നമ്മളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് വേറെ ഓപ്ഷനുകളൊന്നും ഇല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ശ്രേയസിനെ കുറിച്ച് ചോദിക്കുന്നത് പറയുമ്പോൾ ഓപ്ഷനുകൾ ഉണ്ട് ഇന്ത്യക്ക്. ശുഭ്മാൻ ഗിൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ശ്രേയസ് അയ്യർ ഉണ്ട്, ഹാർദിക് സഞ്ജു സാംസൺ ഉണ്ട്. അല്ല ഞാൻ അതെ ഞാൻ സഞ്ജുവിന്റെ കാര്യം ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല, കാരണം അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ ആ ഒരു ക്യാപ്റ്റൻസി, ഇന്ത്യൻ ക്യാപ്റ്റൻസി എന്നുള്ളൊരു ഇത് നിൽക്കുന്ന ആളുകളുടെ നമുക്ക് പറയാം കുറച്ചുകൂടി അതിന് ഈ അല്ല നിങ്ങള് അത്രയ്ക്ക് ഞാൻ വിശാലമാക്കുന്നില്ല. അതെ, സഞ്ജുവിനെ ഒഴിവാക്കാൻ പറ്റില്ല ക്യാപ്റ്റൻസിയിലേക്ക്, അത് ശരിയാണ്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഒന്ന് ഗില്ലാണ്. ഗില്ലിന് നിലവിൽ ടീമിലില്ല. ഗില്ലിനെ കൊണ്ടുവരണം, ഗില്ല് തെളിയിച്ചിട്ട് വേണം. ഒരു കാര്യം തെളിയിക്കാതെ ഉള്ള ഇതിലാണ് ഗില്ലിനെ പുറത്താക്കിയിട്ട് അതായത് ടീമിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു പേരാണ്, 32 വയസ്സ്. അക്ഷർ പട്ടേൽ എനിക്ക് 32 മീൻസ് ഈ വർഷം ഒക്ടോബറിൽ 33 ഹാർദിക്കിന് സ്വാഭാവികമായിട്ടും. അത് പിന്നെ ഉള്ളത് അക്ഷറാണ്. ഹാർദിക് ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആണ് എന്ന് നമുക്ക് അറിയാം. കാരണം അതിനകത്ത് ഹാർദിക്കിനെ സംബന്ധിച്ച് ഹാർദിക് അത് ഇപ്പോ IPL ഗുജറാത്തിനെ 2020 പറയട്ടെ, ഇപ്പൊ അക്ഷർ പട്ടേലിനോട് നീതികേട് കാണിച്ചിരുന്നു ഗില്ല് വന്ന സമയത്ത്. അതിനൊക്കെ മുന്നേ നീതികേട് കാണിച്ചെടുത്താണ് ഹാർദിക് പാണ്ഡ്യ. അല്ല ഞാൻ അതിന് മനസ്സിലാക്കുന്ന വേറൊരു തരത്തിലാണ്. അതായത് ഹാർദിക് പാണ്ഡ്യനെ പോലുള്ളൊരു താരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഗുജറാത്തിന് IPL കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് ഹാർദിക്. അതെ ഹാർദിക്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഹാർദിക്കിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി ഇതാണ്. പക്ഷെ ഹാർദിക്കിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് ഇപ്പൊ 32, 33 ഈ ഒരു പ്രായമായി നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇനി അങ്ങോട്ട് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് വർക്ക് ലോഡ് മാനേജ്മെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർദിക് ഒരു ഓൾറൗണ്ടറാണ്. ഒരേ സമയം ബോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ബാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും രണ്ടിലും കൃത്യമായിട്ട് ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വർക്ക് ലോഡ് ഉള്ള ഒരു താരമാണ്. മാത്രമല്ല വർക്ക് ലോഡ് കൂടുന്നതിനനുസരിച്ച് തന്നെ ഈ പറയുന്ന പോലെ റെസ്റ്റിങ്ങും അതുപോലെ തന്നെ ഒരു പരിക്ക് ഏൽക്കാനുള്ള സാധ്യതകളൊക്കെ ഒരുപാട് ഉള്ള ഒരു താരമാണ്. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഇന്ത്യൻ ടീം എടുക്കാനുള്ള നിലവിലെ ഒരു സാധ്യതയില്ല. അപ്പൊ ചിലപ്പോൾ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്ത്യയുടെ ക്യാപ്റ്റൻസി പദ്ധതികളിൽ നിന്ന് ഹാർദിക്കിനെ പോലത്തെ താരത്തെ മാറ്റി നിർത്തുന്നത്. മറുവശത്ത് ഹാർദിക്കിന്റെ നമുക്കറിയാം, ഹാർദിക് ഇപ്പോൾ ക്യാപ്റ്റൻസി പോയെന്ന് വിചാരിച്ചിട്ട് ഇന്ത്യക്കായിട്ട് തന്റെ കോൺട്രിബ്യൂഷൻ കുറച്ചിട്ടൊന്നുമില്ല. ആ രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്, ബാറ്റിംഗിലാണെങ്കിലും ബോളിംഗിലാണെങ്കിലും. ഇപ്പൊ ഏകദിനത്തിൽ വരെ എല്ലാവരും പറയുന്നത് ഹാർദിക്കിനെ കൊണ്ടുപോയി ഇന്ത്യൻ ടീമിനെ രക്ഷിക്കുന്നതാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഹാർദിക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മറുവശത്ത് ലീഡർഷിപ്പിലേക്ക്, അതുകൊണ്ടാണ് സൂര്യകുമാർ യാദവ് ഈ ഹാർദിക്കിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പോലും ഇന്ത്യ മാറ്റിയിട്ട് അക്ഷറിനെ ഇതാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഹാർദിക്കിനെ വീണ്ടും വൈസ് ക്യാപ്റ്റൻ ആക്കായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു 2024 ലോകകപ്പിലെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് ആയിരുന്നു. അപ്പൊ ആ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായില്ല ഗംഭീറിന്റെ സമയത്ത്, അല്ലെങ്കിൽ മുന്നേ അടുത്ത ക്യാപ്റ്റനായിട്ട് ഹാർദിക് പാണ്ഡ്യ തന്നെ. അത് ശരിയാണ്. പക്ഷെ ഈ ഗംഭീർ വന്ന സമയത്ത് ഇത് സംഭവിച്ചായിരിക്കും. പക്ഷെ അതിന്റെ മറ്റുള്ള ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞത്. കാരണങ്ങൾ പലതും ഉണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ വർക്കൗട്ട് മാനേജ്മെന്റ് അതൊരു വലിയ കാര്യമാണ്. ഹാർദിക്കിന് പരിക്ക് നിരന്തരമായിട്ടാണ്. ബൂംറയുടെ പിന്നെ ടെസ്റ്റ് ക്യാപ്റ്റൻസി പോയതും ഈ പരിക്കിന്റെ ഒരു ഇതായിരുന്നല്ലോ, ഗില്ലിനെ കൊണ്ടുവരുന്നത്. അതൊരു പ്രധാന ഘടകം തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ പറയുമ്പോൾ ഹാർദിക് പാണ്ഡ്യ അടുത്ത ക്യാപ്റ്റൻ ആയിരിക്കും 100% ഉറപ്പിച്ചു തന്ന സമയത്ത് അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റിയിട്ടാണ് പിന്നെ ക്യാപ്റ്റൻസി ലെവൽ അവസ്ഥയിലേക്ക് പോയത്. തീർച്ചയായിട്ടും ഞാൻ ഹാർദിക്കിന്റെ കാര്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഇന്ത്യനെ സംബന്ധിച്ച് പേസ് ബോളിംഗ് ഓൾറൗണ്ടർമാരുടെ ഒരു കുറവ് വലിയ രീതിയിലുണ്ട്. ഒരു മറ്റ് പല ഓസ്ട്രേലിയ പോലുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് പേസ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് വളരെ നിർണായകമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് T20 ഒരു നിർണായകമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ഇത്. അപ്പൊ ഹാർദിക്കിനെ ഒരു പിൻഗാമി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പിൻഗാമി ഇല്ല. ഇപ്പൊ ബുംറയുടെ ഇത് കാര്യം പറഞ്ഞ പോലെയാണ്. ബുംറയുടെ പിൻഗാമി ഇപ്പൊ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഇല്ല. കാരണം ബുംറയുടെ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വേറൊരു താരം നിലവിലില്ല. അതേ സാഹചര്യം തന്നെയാണ് ഹാർദിക്കിന്റെയും കാര്യം. ഹാർദിക്കിന്റെ കരിയർ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത് അത് ഇന്ത്യയുടെ നിലവിലുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പൊ ഹാർദിക്കിന് ക്യാപ്റ്റൻസിയുടെ ഒരു അധിക ഭാരം കൊടുക്കുന്നതിനേക്കാളും നല്ലത് അദ്ദേഹത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഹാർദിക്കിന് ആ രീതിയിൽ ഇത് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ഹാർദിക്കിനേക്കാളും അർഹൻ ശ്രേയസ് ആണ് എന്നല്ല. പക്ഷെ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം ശ്രേയസിനെ ക്യാപ്റ്റൻസി കൊടുക്കുന്നതാണ്. അതിനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിന്റെ ഏറ്റവും ആദ്യത്തെ റീസൺ ആയിട്ട് പറയുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രേയസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. 3 വ്യത്യസ്ത ഫ്രാഞ്ചൈസികളെ IPL ഫൈനലിൽ എത്തിച്ചു എന്നുള്ളതാണ്. അതില് നമുക്കിപ്പോ ഡൽഹിനെയും പഞ്ചാബിനെയൊക്കെ എത്തിക്കുന്നത് അവരുടെ മോശം പ്രകടനങ്ങൾക്ക്, തുടർച്ചയായി അവർ മോശം പ്രകടനം നടത്തിയതിന് ശേഷമാണ് ഫൈനൽ എത്തിച്ചത്. നിർഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷെ കഴിഞ്ഞ IPL RCB കോഹ്ലിയോടൊക്കെ അവരൊക്കെ കോഹ്ലിയും അല്ലെങ്കിൽ RCB ഒക്കെ കുറച്ച് കൂടുതൽ ഡിസർവ് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടിയെന്നല്ലാതെ നമുക്ക് ഒരിക്കലും ശ്രേയസിന്റെ പെർഫോമൻസിനെ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻസിനെ കുറച്ച് കാണാൻ പറ്റില്ല. മാത്രമല്ല
തുടർച്ചയായി 2 വർഷങ്ങളിലോ വ്യത്യസ്ത ടീമുകളെ ഫൈനലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അതിൽ കൊൽക്കത്തക്ക് കിരീടം നേടിക്കൊടുത്തു, ഡൽഹിയെ ഫൈനലിൽ എത്തിച്ചു എന്നുള്ളതാണ്. കുറെ മോശം പ്രകടനങ്ങൾക്ക് ശേഷമാണ് ഡൽഹി അങ്ങനെ തീർച്ചയായിട്ടും. മാത്രമല്ല ഞാൻ വേറൊരു കാര്യം ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് സൂര്യകുമാർ യാദവ് വളരെ കാമായിട്ടുള്ളൊരു ക്യാപ്റ്റനാണ്. ചിലപ്പോൾ ഒരു പക്ഷേ സാധാരണങ്ങളെ കെട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ തമാശ കളിക്കുന്ന ആ രീതിയിലുള്ള ഒരു ഇതാണ്. പക്ഷെ മറുവശത്ത് ഹാർദിക് ആണെങ്കിൽ ഇത്തരം തമാശകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ കുറച്ച് അഗ്രഷനാണ്. ആ ഒരു കുറച്ചൊരു ഇതാണ്. ഗില്ലിനെ സംബന്ധിച്ച് നമുക്കത് കൃത്യമായിട്ട് എന്താണ് ഒരു അത്ര കാമല്ല ഗിൽ എന്തായാലും. അതെ. പക്ഷെ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ശ്രേയസ് വളരെ കാമാണ്, ടീമിനെ ആ രീതിയിൽ താരങ്ങളെ അതെ തീർച്ചയായിട്ടും അങ്ങനെ കാമായിട്ടുള്ള അതെ അത് ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും 3-4 നമ്പറിലാണ്. ആ 2 പൊസിഷനുകളിലും ബാറ്റ് ചെയ്യാൻ നല്ല ഇതാണ്. അതെ, ഈ ചിലപ്പോ ഒരു പക്ഷെ ഇത് വ്യത്യാസമായിരിക്കും. അതായത് ശൈലികളിൽ ചിലപ്പോൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ എന്നാ പോലും കഴിഞ്ഞ IPL സൂര്യകുമാർ യാദവിന് 360 ഡിഗ്രി ആയിട്ടാണ് വന്നത്. ഇപ്പൊ 36 ഡിഗ്രി വരെ ഇല്ല. അതിനേക്കാൾ എന്തായാലും ശ്രേയസിന് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല, അത് എനിക്ക് തോന്നുന്നത് ശ്രേയസ് ഈ 360 ഡിഗ്രി എന്ന് പറയുന്ന അത്രയും അഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു ഇതല്ലെങ്കിൽ പോലും കഴിഞ്ഞ IPL ഒരുപാട് മോശം സാഹചര്യങ്ങൾക്ക് ശേഷം കഴിഞ്ഞ IPL 175-ലധികം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രേയസ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ശ്രേയസിന് ഒരു എന്താ പറയാ സൂര്യകുമാർ യാദവിന്റെ പിൻഗാമിയായിട്ട് ഇന്ത്യയുടെ T20 ടീമിന്റെ മധ്യനിരയുടെ ഒരു നട്ടലായിട്ട് മാറാൻ തീർച്ചയായിട്ടും കഴിയും. തിലകിനൊപ്പം നല്ല ഒരു കോൺട്രിബ്യൂഷൻ ഇത് ചെയ്യാൻ പറ്റും. വലങ്കയ്യനാണ് എന്നുള്ളത് കൂടി ഒരു പോസിറ്റീവാണ്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങൾ. ഇത് ഞാൻ പറയുന്നത് പലരും ശ്രേയസിനെ ടീമിലേക്ക് കൊണ്ടുവരുമെന്ന് പറയും. എന്നിട്ട് ടീമിലേക്ക് കൊണ്ടുവന്ന ഉടനെ നിങ്ങൾ ക്യാപ്റ്റൻ ആക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നൊക്കെ ആളുകൾ ചോദിക്കും. പക്ഷെ ശ്രേയസ് അത് അർഹിക്കുന്നുണ്ട് ആ ഒരു ക്വാളിറ്റി. ഈ പറഞ്ഞ പോലെ പിന്നെ T20 മാത്രമല്ല, നമ്മുടെ 3 ഫോർമാറ്റിൽ ഒരു നായകൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ടെസ്റ്റിലേക്ക് ശ്രേയസിനെ ഇപ്പം നമുക്ക് അത്ര പറയാൻ വേണ്ടി പറ്റില്ല. അതിന് അർഹതയില്ല എന്നല്ല പറയുന്നത്. നിലവിലെ ടീമിൽ സ്ക്വാഡിൽ ഇടമില്ല. പക്ഷേ ഏതെങ്കിലും T20യിലും ഒരു അവിഭാജ്യ ഘടകമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഗില്ലിനെ കെട്ടിയിറക്കുന്നതിന് പകരം ഈ ശ്രേയസിനെയാണ് പരീക്ഷിക്കുന്നതിൽ ഒരു സംശയമില്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമായിരുന്നു. ടീം ബാലൻസിനെ അധികം ബാധിക്കില്ലായിരുന്നു. സൂര്യകുമാർ യാദവിനൊന്ന് മാറ്റണം, അത് വേറെ കേസേ ഉള്ളൂ. പക്ഷേ എന്ന് വെച്ചാൽ നല്ല ടീമായിട്ട് തന്നെ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം നമ്മളെ ഈ ടീമിൽ നമ്മൾ ലോക സ്ക്വാഡ് പലതവണ അനലൈസ് ചെയ്തു, നമ്മൾ സംസാരിച്ചു. അന്നൊക്കെ നമ്മൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് 4-ാം നമ്പറിൽ ഒരു താരത്തെ വിശ്വസിക്കാൻ പറ്റിയ ഒരു ബാറ്റ്സ്മാൻ ഇല്ല T20 ടീമിൽ. അത് സൂര്യകുമാർ യാദവിന്റെ സ്പോട്ട്. അത് ക്യാപ്റ്റൻസിയുടെ ഏറ്റവും നല്ല മെറ്റീരിയലാണ്. ക്യാപ്റ്റൻസിൽ യാതൊരു സംശയമില്ല. പക്ഷേ ബാറ്റിംഗിൽ നമുക്ക് 4-ാം നമ്പറിൽ സപ്പോർട്ട് കിട്ടാനില്ല. അതുകൊണ്ട് ടോപ്പ് ഓർഡറിൽ അല്ലെങ്കിൽ പിന്നെ മിഡിൽ ഓർഡറിൽ ലോവർ മിഡിൽ ഓർഡറിൽ വരണം നമ്മൾ പറയുന്നത്. ഈ സൂര്യകുമാർ യാദവിൻ്റെ ശ്രേയസ് അയ്യർ ആയിരുന്നെങ്കിൽ നോക്കി ആ നമ്പറും ആ ടോപ്പ് ഓർഡർ ഇഷ്ടം വരുന്ന 3, 4 എല്ലാം കൂടെ സെറ്റാണ്. നമുക്ക് വരുന്ന നമ്പറിലെല്ലാം സെറ്റായി വരുന്നു. ഒരു മികച്ച താരത്തെ കിട്ടിയാനെ, മികച്ച ക്യാപ്റ്റനെ തന്നെ കിട്ടിയാനെ. അതിൽ ക്യാപ്റ്റൻസിയിൽ വലിയ സംശയം തെറ്റൊന്നും പറയണ്ടായില്ല. ഏഷ്യ കപ്പിൽ പിന്നെ ഗില്ലിനെ കൊണ്ടുവന്ന ടീമിന്റെ ബാലൻസ് കളയുന്നതിന് പകരം ശ്രേയസ് അയ്യറിനെയാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ലോകകപ്പ് സ്ക്വാഡ് ആകുമ്പോഴേക്കും ഒരു ക്യാപ്റ്റനാണ് പരീക്ഷിച്ചിട്ട് നമുക്ക് ഇപ്പോൾ മത്സരിക്കാൻ. അതായത് സൂര്യകുമാർ യാദവിനെ പുറത്തിരുത്തിയിട്ട് ക്യാപ്റ്റനായിട്ട് തന്നെ കൊണ്ടുപോകായിരുന്നു, മികച്ച രീതിയിൽ കളിക്കാൻ വരുന്നു. അതിനുള്ള അർഹിക്കുന്നുണ്ട്, അതിനുള്ള കഴിവുണ്ട്, എല്ലാം കൊണ്ടും സെറ്റാണ്. പിന്നെ ഈ ടീമിലേക്ക് അവസരം ലഭിച്ചില്ല, പരിക്കുണ്ടായിരുന്നു. പരിക്കിന്റെ കേസ് പറയണം, കൂടി അതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ അതിൽ വേറൊരു ഘടകം കൂടി ഉണ്ട്. നമ്മൾ എടുത്തു പറയാം, ഇപ്പോൾ ഈ ശ്രേയസ് അയ്യരുടെ പ്രായം വരുന്ന 31 വയസ്സാണ്. അദ്ദേഹം ചെറുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പമാണ്. എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അതായത് മുന്നോട്ടുള്ളൊരു ഇത് നോക്കുമ്പോൾ എന്തായാലും 2028 T20 വേൾഡ് കപ്പ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വേൾഡ് കപ്പ് അടുത്തൊരു 4-5 വർഷത്തേക്ക് എന്തായാലും ഒരു 4 വർഷത്തേക്ക് എന്തായാലും അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. കാരണം നിലവിൽ 31 വയസ്സായിട്ടുള്ളൂ. മാത്രമല്ല ഈ ഒരു ഇപ്പൊ നിലവിലുള്ള ഒരു പരിചയ സമ്പത്ത് തീർച്ചയായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഏറ്റവും കരിയറിൽ ഒരുപക്ഷെ BCCIയുടെ കോൺട്രാക്ട് പോലും നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ നിന്ന് അതിശക്തമായി തിരിച്ചു വന്നൊരു പോരാളിയാണ്. പിന്നെ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഏറ്റ പരിക്ക് പോലും വളരെ ഇതായിരുന്നു. ആ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് അദ്ദേഹം വിജയസാര ട്രോഫിയിലും അതുപോലെ തന്നെ ഏകദിന ടീമിന് വേണ്ടിയിട്ടും കാഴ്ചവെക്കുന്ന ഒരു പെർഫോമൻസ് എടുത്ത് പറയണ്ടേ. അതായത് ഇന്ത്യയുടെ ഒരു കുറച്ച് കഴിഞ്ഞ എന്താ പറയാ കുറച്ച് ഇതായിട്ട് ഏകദിന ടീമിൽ ഒരു നിർണായക സാന്നിധ്യമായിട്ട് ശ്രേയസ് മാറിയിട്ടുണ്ട്. അതൊരു വലിയ തിരിച്ചുവരവിന് ശേഷമാണ് അത് ആയിട്ടുള്ളത്. അതായത് BCCIയുടെ കോൺട്രാക്ട് പോലും നഷ്ടപ്പെട്ട ഒരു താരം ക്രിക്കറ്റിലെ ഏറ്റവും എന്താ പറയുക ഒരു പഴയ ഫോർമാറ്റുകളിൽ ഒന്നായിട്ടുള്ള ഏകദിനത്തിലെ ഒരു നിർണായക സാന്നിധ്യമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ T20യിലും കഴിഞ്ഞ IPL ശ്രേയസ് കാഴ്ചവെച്ച ആ ഒരു പെർഫോമൻസ് എടുത്ത് പറയേണ്ട തന്നെയാണ്. ആ ഒരു പെർഫോമൻസ് ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ടും കാഴ്ചവെക്കാൻ ശ്രേയസിന് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രേയസ് ഒരു നല്ല ക്യാപ്റ്റൻ ആയിരിക്കും, നല്ല ക്യാപ്റ്റൻസി ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും
ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.